കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പെട്രോളിയത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണഗതിയിൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന നമുക്ക് പരിചയമുള്ള ഫ്യൂവലാണ് പെട്രോള്, ഡീസൽ, അതേപോലെ തന്നെ മണ്ണെണ്ണ തുടങ്ങിയ സാധനങ്ങളൊക്കെ. നമ്മുടെ വാഹനങ്ങളിലൊക്കെ സാധാരണ ചെറിയ വാഹനങ്ങൾ, സ്കൂട്ടർ അല്ലെങ്കിൽ ചെറിയ കാറുകളിലൊക്കെ പെട്രോൾ ഉപയോഗിക്കും. അതേപോലെ വലിയ വാഹനങ്ങളിൽ ബസ്, ലോറി പോലുള്ള സാധനങ്ങളിലൊക്കെ നമ്മൾ ഡീസലാണ് ഉപയോഗിക്കാറ്. ബോട്ട് പോലുള്ള പല സാധനങ്ങളും നമ്മൾ മണ്ണെണ്ണ ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം മണ്ണെണ്ണ നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കാനൊക്കെ ആവശ്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഇലക്ട്രിസിറ്റി വ്യാപകമായതോടുകൂടെ കുറേ അധികം ഇല്ലാതായി. എന്നാലും അടുത്ത കാലം വരെ ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ഏരിയകളിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഇന്ധനമാണ് മണ്ണെണ്ണ. ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് പെട്രോളിയം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ റിസോഴ്സിൽ നിന്നാണ്. നമ്മൾ കോൾ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ റിസോഴ്സ് പറഞ്ഞതുപോലെ പെട്രോളിയം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ റിസോഴ്സിൽ നിന്നാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. എങ്ങനെയാണ് പെട്രോളിയം ഫോം ചെയ്യുന്നത്? കോൾ ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഡെഡ് വെജിറ്റേഷനിൽ നിന്ന് മരങ്ങൾ വീണു, അതിന് മുകളിൽ മണ്ണ് വന്ന് വീണിട്ട് ഒരു 300 മില്യൺ വർഷങ്ങൾ കൊണ്ടൊക്കെയാണ് കോള് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പെട്രോളിയം ഫോം ചെയ്യുന്നത് കടലിൽ ജീവിക്കുന്ന ചെറിയ ചെറിയ ജീവികളിൽ നിന്നാണ്. കടലിൽ ജീവിക്കുന്ന വലിയ ജീവികളല്ല, ചെറിയ ചെറിയ ജീവജാലങ്ങൾ. ഈ ജീവജാലങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ ഇവയുടെ ശരീരങ്ങൾ അടിയിൽ പോയി സെറ്റിലാവും. കടലിൻ്റെ അടിഭാഗത്ത് പോയിട്ട് സെറ്റിലാവും. കടലിലേക്ക് ഇങ്ങനെ നിരന്തരം വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടെ ധാരാളം ചളിയും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇതിന് മുകളിൽ വീണ്ടും മണ്ണ് വന്ന് കവർ ചെയ്യപ്പെടും. അതിന് മുകളിൽ അങ്ങനെ കവർ ചെയ്യുന്നതിനനുസരിച്ച് അതിന് മുകളിൽ മണ്ണ് വന്ന് വീഴുന്നതിനനുസരിച്ച് ഇത് വളരെയധികം അടിയിലേക്ക് അങ്ങനെ പോകും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് മുകളിൽ മണ്ണ് വന്ന് വീണ് ഹൈ പ്രഷറും ടെമ്പറേച്ചറും ഉണ്ടാവുന്നത് പോലെ തന്നെ ഈ കടലിനടിയിലുള്ള ജീവജാലങ്ങളുടെ ശരീരത്തിന് മുകളിൽ, ഡെഡ് ബോഡീസിന് മുകളിൽ മണ്ണും മണലൊക്കെ വന്ന് വീണ് അത് ഭയങ്കര ഹൈ ടെമ്പറേച്ചറും പ്രഷറിനും വിധേയമായിട്ട് സ്ലോലി കൺവേർട്ടഡ് ഇൻറ്റു പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, ഇതിനെടുക്കുന്നത് ഏകദേശം 500 മില്യൺ വർഷങ്ങളാണ്. കോള് 300 മില്യൺ വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുമെങ്കിൽ പെട്രോളിയം രൂപപ്പെടാൻ വേണ്ടി 500 മില്യൺ വർഷങ്ങളൊക്കെ എടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ സംഭവിച്ച കാര്യങ്ങൾ കൊണ്ടാണ് നമുക്കിന്ന് പെട്രോളിയം കിട്ടുന്നത്. ഈ ഡെഡ് റിമൈൻസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഇൻ ദി സീ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. നമ്മളെ ഭൂമിയിലെ പല സ്ഥലത്തും പെട്രോളിയത്തിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെയൊക്കെ ഡെപ്പോസിറ്റുകൾ ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഒരു ഏകദേശ ചിത്രമാണ് ഈ കാണുന്നത്. ഭൂമിയിലെ കടലിൻ്റെ അടിഭാഗത്തിൽ കല്ലുണ്ടാവും. ആ കല്ലിന് മുകളിൽ, കല്ലെന്ന് പറഞ്ഞാൽ ഈ മണ്ണൊക്കെ വന്നടിഞ്ഞ് ഹാർഡായി മാറുകയാണ്. അതിന് മുകളിൽ ഈ ഡെഡ് ഓർഗാനിസംസ്, അതേപോലെ വെള്ളമൊക്കെ ഉണ്ടാവും. അതിന് മുകളിൽ വീണ്ടും മണ്ണ് വന്ന് വീണിട്ട് വളരെ ഹാർഡായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓയിൽ വെൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കിണറുകൾ കുഴിച്ച് നമ്മൾ ഇതിലെത്തിക്കഴിഞ്ഞാൽ ഇത് ഹൈ പ്രഷറിലാണ് ഉണ്ടാവുക. ഹൈ പ്രഷറുള്ള ഒരു സാധനം മുകളിലേക്ക് എടുക്കാൻ പ്രത്യേകിച്ച് മോട്ടറൊന്നും ആവശ്യമില്ല. നമ്മൾ നേരെ ഡ്രില്ല് ചെയ്തിട്ട് ആ ഏരിയയിലേക്ക് എത്തിയാൽ തന്നെ അതിൽ നിന്ന് മുകളിലേക്ക് പെട്രോൾ കുതിച്ചു വരും. ഓക്കെ, നമ്മൾ 1-2 ലോക്കൊക്കെ ഇട്ടിട്ട് അത് പുറത്തേക്ക് വരാതെ സൂക്ഷിക്കാറാണ് പതിവ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. പ്രത്യേകിച്ച് പമ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ ഗ്യാസ് കുറ്റിയിൽ നിന്ന് ഗ്യാസ് പുറത്തേക്ക് വരുന്നത് പോലെ തന്നെ ഗ്യാസ് പുറത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് മെഷീൻസ്, ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ഓണാക്കിയാൽ പുറത്തേക്ക് വന്നോളും. അതേപോലത്തെ ഒരു അവസ്ഥയാണ് ഇതിന് ഉണ്ടാവുക. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഓയിൽ വെല്ലുകളുണ്ട്. അതിൽ നമുക്ക് പെട്രോളിയം, അതേപോലെ നാച്ചുറൽ ഗ്യാസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യത്തെ ഓയിൽ വെല്ല് പെൻസിൽവാനിയ, USA പെൻസിൽവാനിയയിൽ 1859 കണ്ടെത്തിയത്. 1867 ആസാമിലുള്ള മാക്കോം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഓയിൽ വെല്ല് കണ്ടെത്തി. ആസാം, ഗുജറാത്ത്, മുംബൈ തുടങ്ങി പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ പെട്രോളിയത്തിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ട്. ഇനി പെട്രോൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു ഡാർക്ക്
കളറുള്ള തിക്കായിട്ടുള്ള ഫൗൾ സ്മെല്ലിങ്, ഒരു ബാഡ് സ്മെല്ലുള്ള ഒരു ലിക്വിഡാണ്. ഈ പെട്രോളിയം എന്ന് പറയുന്ന സാധനം, കോൾ എന്ന് പറയുന്ന സാധനം നമുക്ക് നേരിട്ട് കത്തിക്കാം. നമുക്ക് കുറച്ച് കോളിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അടുപ്പിലിട്ട് കത്തിച്ച് നമുക്ക് ചൂട് കിട്ടും. അതേസമയം പെട്രോളിയം നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. പെട്രോളിയത്തിൽ നമ്മൾ റീഫൈൻ ചെയ്ത് എടുക്കണം. പെട്രോളിയം എന്ന് പറയുന്നത് നമ്മൾ ടാറൊക്കെ പറഞ്ഞതുപോലുള്ള ഒരു ലിക്വിഡാണ്. വളരെ ബാഡ് സ്മെല്ല്, ജീവജാലങ്ങൾ ചീഞ്ഞുണ്ടാകുന്നതുകൊണ്ട് വളരെ ബാഡ് സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അതിനുള്ള കറുത്ത ഒരു കൊഴുത്ത ദ്രാവകമാണുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ധാരാളം വസ്തുക്കൾ വേർതിരിച്ചെടുക്കാൻ വേണ്ടി കഴിയും. പെട്രോള്, ഡീസൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, പാരഫിൻ വാക്സ് തുടങ്ങി പല സാധനങ്ങളെ നമുക്കിതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ വേണ്ടി കഴിയും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ റീഫൈനിങ് ഓഫ് പെട്രോളിയം എന്ന് വിളിക്കുന്നത്. പെട്രോളിയത്തിൽ നിന്ന് വേരിയസ് ഫാക്ടേഴ്സിന് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ റീഫൈനിങ് എന്ന് വിളിക്കുന്നത്. ഇത് ചെയ്യുന്നത് പെട്രോളിയം റിഫൈനറി എന്ന് പറയുന്ന ഫാക്ടറികൾ വെച്ചിട്ടാണ്. പെട്രോളിയം റിഫൈനറികളെ വെച്ചിട്ട് ഈ പെട്രോളിയത്തിൽ നിന്ന്, ക്രൂഡ് ഓയിലിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കുക. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങി ഓരോ സാധനങ്ങളെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിന് നമ്മൾ റീഫൈനിങ് എന്നാണ് വിളിക്കുക. അപ്പോൾ അതിൽ പെട്രോളിയത്തിൽ അടങ്ങിയിട്ടുള്ള വസ്തുക്കളുടെ ലിസ്റ്റാണ് കാണുന്നത്. ഒന്ന് പെട്രോളിയം ഗ്യാസ് ഇൻ ലിക്വിഡ് ഫോം, LPG, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം. പെട്രോള് മോട്ടോർ ഫ്യൂവലാണ്, നമ്മൾ ചെറിയ ഏവിയേഷൻ ഫ്യൂവലായിട്ട്, സോൾവെൻ്റായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കെറോസിൻ, മണ്ണെണ്ണ, സ്റ്റൗ, അതേപോലെ ജെറ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഡീസൽ, ഹെവി മോട്ടോർ വെഹിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ഓയിലുകളൊക്കെ കിട്ടാറില്ല, നമ്മൾ വാഹനങ്ങളിലൊക്കെ ഒഴിക്കുന്ന ഓയിലുകൾ. അതേപോലെ പാരഫിൻ വാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഴുകുതിരികളും അതേപോലെ വാസലൈനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. പല ഓയിൻമെൻറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് പാരഫിൻ വാക്സ്. ബിറ്റുമിൻ, പെയിൻറ്റ്, റോഡ് ടാർ ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതേപോലെ ധാരാളം വസ്തുക്കളാണ് നമുക്ക്, ഇത് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇതേപോലെ പല വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കും. നമ്മൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റീരിയലുകൾ പലപ്പോഴും നമുക്ക് ഈ കോളിൽ നിന്നും പെട്രോളിൽ നിന്നൊക്കെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ വേണ്ടി കഴിയും. വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ് ഈ കോൾ, അതേപോലെ പെട്രോളിയം എന്നൊക്കെ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നിലവിൽ നമ്മൾ ഉള്ളത്. നമ്മൾ ഈ പെട്രോളിയത്തിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുക പെട്രോ കെമിക്കൽസ് എന്നാണ്. പെട്രോ കെമിക്കൽസ്, യൂസ്ഫുൾ സബ്സ്റ്റൻസസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആർ നോൺ ആസ് പെട്രോ കെമിക്കൽസ്. ഡിറ്റർജൻറ്റ്, അതേപോലെ ഫൈബേഴ്സ്, നമ്മൾ പോളിസ്റ്റർ ഡ്രസ്സൊക്കെ അല്ലേ, പോളിസ്റ്റർ നൈലോൺ ഡ്രസ്സുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നാണ് നമുക്ക് മെറ്റീരിയലുകൾ കിട്ടുന്നത്. പോളിത്തീന്, അതേപോലെ മനുഷ്യനിർമ്മിതമായ മറ്റു പല പ്ലാസ്റ്റിക്കുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി മെറ്റീരിയൽസ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിൽ നിന്ന് കിട്ടുന്ന ഹൈഡ്രജൻ നമ്മൾ ഫെർട്ടിലൈസേഴ്സിൻ്റെ നിർമ്മാണം, യൂറിയ പോലുള്ള സാധനങ്ങളുടെ നിർമ്മാണത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണിത്. ധാരാളം വസ്തുക്കൾ നിർമ്മിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് പെട്രോളിയം. അതുകൊണ്ട് നമ്മളിതിനെ ബ്ലാക്ക് ഗോൾഡ് എന്ന് വിളിക്കാറുണ്ട്, കറുത്ത സ്വർണ്ണം എന്ന് നമ്മളിതിനെ വിളിക്കാറുണ്ട്. ഇതാണ് പെട്രോളിയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇതിനടുത്ത് നാച്ചുറൽ ഗ്യാസാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫോസിൽ ഫ്യൂവലാണ് നാച്ചുറൽ ഗ്യാസ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഒക്കെ പ്രത്യേകത നമുക്ക് ഈസി ട്രാൻസ്പോർട്ടേഷനാണ്. നമുക്ക് സുരക്ഷിതമായ രീതിയിൽ വളരെ എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഇതിൻ്റെ വലിയ ഒരു പ്രത്യേകത. CNG നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലും CNG കൊണ്ടുപോകാൻ വേണ്ടി പൈപ്പ് ലൈനുകളുണ്ട്. നമ്മളവിടെയൊക്കെ ഗെയിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ CNG ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പ് ലൈനുകളുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കതിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അതിന് നമ്മൾ ഹൈ പ്രഷറിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ പവർ സ്റ്റേഷനുകളിൽ നമ്മളെ വാഹനം ഓടിക്കാൻ, ഓട്ടോ, കാറൊക്കെ CNG ഉപയോഗിച്ച് ഓടുന്ന ഓട്ടോയും കാറും ഒക്കെ ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവലാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വാട്ടർ അതോറിറ്റിൻ്റെ വെള്ളം വരുന്നത് പോലെ പല ഭാഗങ്ങളിലും CNG വരാറുണ്ട്. ഡയറക്റ്റായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഗുജറാത്തിലെ വഡോദരയിലൊക്കെ ഇതിൻ്റെ പൈപ്പ് ലൈനുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഇത് പല മെറ്റീരിയലുകളെയും സ്റ്റാർട്ടിങ് മെറ്റീരിയലായിട്ട് പലതും മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ് മെറ്റീരിയലായിട്ടും നമ്മൾ ഈ
നാച്ചുറൽ ഗ്യാസിനെ ഉപയോഗിക്കാറുണ്ട്. പലതരം കെമിക്കലുകൾ, ഫെർട്ടിലൈസേഴ്സൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിൽ ത്രിപുര, രാജസ്ഥാൻ, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നാച്ചുറൽ ഗ്യാസ്, കോള്, പെട്രോളിയം, ഈ 3 സാധനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നിലവിൽ നമ്മുടെ സാഹചര്യത്തിൽ അതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത് ഇല്ലാത്ത അവസ്ഥ വരും. ഇതേപോലെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 40-50 വർഷം കഴിഞ്ഞാൽ പിന്നീട് കോളും പെട്രോളിയം ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ വാഹനം ഓടിക്കാൻ വേണ്ടി നമ്മൾ പുതിയ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ പഠിക്കാറില്ലേ, പണ്ട് കാലത്ത് ആളുകൾ കാളവണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്, വസ്തുക്കൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാളവണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നതെന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് പോലെ ഒരു 10 വർഷം അല്ല ഒരു 50 വർഷം അല്ലെങ്കിൽ 100 വർഷം കഴിഞ്ഞാൽ അന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കും പണ്ട് കാലത്ത് മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന, വാഹനം ഓടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഇന്ധനമായിരുന്നു പെട്രോൾ, ഡീസൽ എന്നൊക്കെ പഠിക്കും. കാരണം ഇതിൻ്റെ റിസോഴ്സ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് ഉപയോഗിക്കണം. മനസ്സിലായല്ലോ? വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ തീർന്നു. ഇപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് വാഹനങ്ങൾ ഓടിക്കുന്നത്, അനാവശ്യമായിട്ട് ഇന്ധനം ചെലവഴിക്കുന്നത് നമ്മൾ നിർത്തണം. അല്ലെങ്കിൽ നമ്മൾ വരും തലമുറയ്ക്ക് ഇങ്ങനെ ഒരു സാധനം ഇല്ലാത്ത അവസ്ഥ വരും. ഇപ്പോൾ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് പെട്രോളിനും ഡീസലിനൊക്കെ ക്ഷാമം നേരിടാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ തീരും. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പെട്രോൾ അല്ലെങ്കിൽ കോളിൻ്റെയൊക്കെ ഡെപ്പോസിറ്റുകൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തീർന്നു പോകും. അപ്പോൾ വളരെ സൂക്ഷിച്ച് വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ട സാധനമാണ് ഈ നാച്ചുറൽ റിസോഴ്സുകളൊക്കെ. അതോടൊപ്പം കോള്, പെട്രോളിയം ഇത് രണ്ടും കത്തിക്കഴിഞ്ഞാൽ ധാരാളം അപകടകാരികളായ വാതകങ്ങൾ പുറത്തു വരും. കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് തുടങ്ങി ധാരാളം ഹാംഫുള്ളായിട്ടുള്ള ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ ശരിക്ക് കത്താത്ത കാർബൺ പാർട്ടിക്കിളുകളും ഉണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ പുകക്കുഴലിലൊന്ന് ജസ്റ്റ് തൊട്ട് നോക്കിയാൽ മതി. ഒരു ബസ്സിൻ്റെയൊക്കെ പുകക്കുഴലിലൊന്ന് തൊട്ട് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളെ കയ്യിലൊരു കറുത്ത പൊടിയാവും. ഈ കറുത്ത പൊടി ശരിക്ക് കത്താത്ത കാർബൺ പാർട്ടിക്കിളാണ്. ഡീസൽ കത്തുന്ന സമയത്ത് ശരിക്കും കത്താതെ വരുന്ന കാർബൺ പാർട്ടിക്കിളാണ്, പൊടിയാണ്. നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മളെ ശ്വാസകോശത്തിലെത്തിയിട്ട് അവിടെ പറ്റി പിടിച്ച് നിൽക്കും, പല ഗുരുതരമായ രോഗങ്ങൾക്കും കാരണമാവും. ഈ ലിമിറ്റഡ് ആണ് എന്നുള്ളതിനോടൊപ്പം തന്നെ ഇതുകൊണ്ടുണ്ടാവുന്ന ഹാംഫുള്ളായിട്ടുള്ള എഫക്റ്റുകളും നമ്മളെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സാധനമാണ് കോളും പെട്രോളിയം ഒക്കെ. അതിൻ്റെ കണ്ടിന്യൂസ് ആയ യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ധാരാളം പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. ആഗോളതാപനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായി കഴിഞ്ഞാൽ ശരിക്കും ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ് അല്ലേ? ഗ്ലോബൽ വാർമിങ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഗ്ലോബൽ വാർമിങ് കാരണം ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായ സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ എത്രത്തോളം നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മളിത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. കോളും പെട്രോളും എത്രത്തോളം സൂക്ഷിച്ച് ഉപയോഗിക്കാൻ കഴിയുമോ അത്രത്തോളം സൂക്ഷിച്ച് ഉപയോഗിക്കാം. അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. നമ്മൾ സാധാരണ പറയാറുണ്ട്, 4 ആൾ ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ 4 ബൈക്ക് എടുക്കുന്നതിന് ഒരു കാർ എടുത്ത് പോകുക, അല്ലെങ്കിൽ 4 ആളും കൂടി ഒരു ബസ്സിൽ പോവുക, പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചില PCRIയുടെ ചില നിർദ്ദേശങ്ങൾ, പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ്റെ ചില നിർദ്ദേശങ്ങൾ പറയുന്നത്, ഡ്രൈവ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് മോഡറേറ്റ് സ്പീഡ് ആസ് ഫാർ ആസ് പോസിബിൾ. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മോഡറേറ്റ് സ്പീഡിൽ വണ്ടി ഓടിക്കുക. സ്പീഡ് വളരെ കൂടിയാലും വളരെ കുറഞ്ഞാലും ഇന്ധനം കൂടുതൽ ചിലവാകും. നമ്മളെവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കിലോ കുടുങ്ങുക അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ വണ്ടി ഓഫാക്കിയിടുക, അല്ലെങ്കിൽ അത്രയും പെട്രോൾ നമുക്ക് നഷ്ടപ്പെടും. ടയർ പ്രഷറൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. പ്രഷർ കൂടും കുറയുകയൊക്കെ ചെയ്താൽ അതിനനുസരിച്ച് പെട്രോളിൻ്റെ ഉപയോഗത്തിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ വാഹനം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ധാരാളം ഇന്ധനം കൂടുതൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും നമ്മൾ ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാം. നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ കുറയ്ക്കുക. വെറുതെ വാഹനങ്ങൾ ഓടിക്കാതൊക്കെ, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാഹനങ്ങൾ ഉപയോഗിക്കുക. എങ്കിൽ അതിനനുസരിച്ച് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അളവ് കുറയും. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇതിൻ്റെ പ്രൈസ് വളരെ കൂടുതലാണ്. അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവൈലബിലിറ്റി കുറയുന്നതനുസരിച്ച് ഇതിൻ്റെ വില കൂടിക്കൊണ്ടേ നിൽക്കും.
നമ്മളിനി തൊട്ടടുത്ത കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഫ്യൂവലുകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ റോഡിൽ ധാരാളം ഇലക്ട്രിക് വാഹനങ്ങൾ ഇറങ്ങി തുടങ്ങി. അതുപോലെ തന്നെ മറ്റു പല ഫ്യൂവലുകൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങും. ഹൈഡ്രജൻ പോലുള്ള അല്ലെങ്കിൽ മറ്റു ഫ്യൂവലുകളൊക്കെ മനുഷ്യന് ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു കാലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളതിൻ്റെ ഉപയോഗം ലിമിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സാധനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ഇത് നമ്മൾ കോളും പെട്രോളും ഉപയോഗിക്കുമ്പോൾ ധാരാളം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നുണ്ടെങ്കിലും നമ്മൾ നാച്ചുറൽ ഗ്യാസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് വളരെ കുറവാണ്. നാച്ചുറൽ ഗ്യാസ് കത്തുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ വാട്ടറാണ് കാര്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്തരീക്ഷ മലിനീകരണം താരതമ്യേന കുറവാണെന്നർത്ഥം. ഓക്കെ, ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം.